എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കിടിലൻ ലൂട്ട് വീഡിയോ ആയിട്ടാണ്. അതായത് നിങ്ങൾക്ക് 400 രൂപ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഇപ്പം തന്നെ ലൂട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അത് എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളായ സ്ട്രാറ്റജിയാണ്. സ്ട്രാറ്റജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 400 രൂപ ലൂട്ട് ചെയ്തെടുക്കാൻ സാധിക്കും ഒരു പ്ലാറ്റ്ഫോമിലൂടെ. സോ എല്ലാവരും കറക്റ്റ് ആയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. നമ്മൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. സോ എല്ലാവരും കറക്റ്റ് തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോ പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 400 രൂപ നമുക്ക് സിമ്പിളായിട്ട് ലൂട്ട് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയൊക്കെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ യൂട്യൂബ് വീഡിയോ ലിങ്ക് ആയിരിക്കാണ്. ആ ലിങ്ക് ക്ലിക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിനുശേഷം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മൊബൈൽ നമ്പർ ഒരു OTP പാസ്വേഡും കൊടുത്തില്ല ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അതിനുശേഷം എന്തൊക്കെ ചെയ്യണം ഞാൻ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇതിൽ എങ്ങനെയൊക്കെ ക്യാഷ് ഏൺ ചെയ്യാമെന്ന്. ഫസ്റ്റ് ഇതിൽ കുറേ ഓഫേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഇതിൽ നോട്ടീസ് ഇറങ്ങുന്ന സെക്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സൈഡ് കാണാൻ സാധിക്കും. ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടൈം ലിമിറ്റഡ് ഓഫേഴ്സ് ഇറങ്ങുന്ന കുറച്ച് ഓഫേഴ്സുകൾ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങളിപ്പോൾ 500 രൂപീസ് റീചാർജ് ചെയ്യണമെങ്കിൽ 50 രൂപീസ് ബോണസ് കിട്ടുന്നതായിരിക്കും. സോ ഇത് എപ്പോഴാണ് ഈ ഒരു ബോണസ് അപ്ലൈ ചെയ്യാൻ ദിവസം 1 ഉച്ചക്കാണ്. ഓക്കെ, അപ്പോൾ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്താൽ മതി എന്തെങ്കിലും ഇഷ്യൂസ് അങ്ങനെ ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളിപ്പോൾ 1000 രൂപീസ് ഇതിൽ റീചാർജ് ചെയ്യണമെങ്കിൽ 100 രൂപീസ് ബോണസ് കിട്ടും. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ റീചാർജ് ചെയ്യാൻ ബോണസ് കിട്ടുന്നതായിരിക്കും. അവർ കുറച്ച് ഡെപ്പോസിറ്റ് ഓഫീസുകളാണ് ഇതിലുള്ളത്. അപ്പോൾ ഡെയിലി ഡെയിലി നിങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ 100 രൂപ റീചാർജ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് റീചാർജ് 100 ആണ് 15, 300 രൂപയാണ് 45. അങ്ങനെ നമുക്ക് ബോണസ് ഡെയിലി കൊടുക്കും. അവ കൂടാതെ ന്യൂ പ്ലേയേഴ്സിനും കൊടുക്കുന്നുണ്ട്. 100 രൂപ ചെയ്യുന്നവർക്ക് 20, അതുപോലെ 300 ചെയ്യുന്നവർക്ക് 60. ഇങ്ങനെ നമുക്ക് എങ്ങനെയായാലും ബോണസുകൾ കിട്ടുന്നതായിരിക്കും. അതുപോലെ നമുക്ക് RPL വാലറ്റ് കൊടുക്കുകയാണെങ്കിൽ RPL വാലറ്റ് വഴി റീചാർജ് ചെയ്യണ എക്സ്ട്രാ ക്യാഷ് അവിടെ കിട്ടും. അതുപോലെ നോൺ സ്റ്റോപ്പ് ബോണസുകളും ഉണ്ട്. ഓക്കെ, അതുപോലെ ലക്കി പ്ലേയേഴ്സിന് എക്സ്ട്രാ വേറെ ബോണസുകളുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ടെലിഗ്രാമിലൊക്കെ ജോയിൻ ചെയ്യാൻ ആവുന്നുണ്ട്. അതുപോലെ നമുക്ക് റെഫറൻറ്റാണ് വഴി നല്ല രീതിയിൽ ക്യാഷ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ കുറേ ഏണിങ്സ് ഓപ്ഷൻസ്, അതായത് ഏജൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഫറൻറ്റ് ഏണിങ്സ് വഴി നല്ല രീതിയിൽ ക്യാഷ് ചെയ്യാൻ സാധിക്കും. സ്പോർട്സ് ബോണസും റെഫറൽ ലിങ്കും ഇതൊക്കെ നമുക്ക് ക്ലെയിം ചെയ്തെടുത്ത് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ അതുപോലെ കുറേ ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഗെയിംസിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഇതിലേക്ക് എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ നോക്കുന്നത് അതിൻ്റെ പ്ലസ്സേക്കും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഏത് വഴിയിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ഇതിൽ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ്. അതുപോലെ ഇതിൽ ഗെയിംസ് എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിംസ് മൈൻസ് ആണ്. നിങ്ങൾക്ക് മൈൻസ് കളിച്ച് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മൈൻസ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ് തീർച്ചയായും നിങ്ങൾ മൈൻസ് കളിച്ച് നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ കുറേ ഓപ്ഷൻസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ട് ഇരിക്കുന്നത്. അവർ വിഡ്രോളിൻ്റെ കാര്യം വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് മൈൻസ് ഗെയിംസ് കളിക്കാൻ ഇഷ്ടമുള്ളവരാണ് മൈൻസ് ഗെയിംസ് കളിക്കാം. ഓക്കെ, വിഡ്രോളിൻ്റെ കാര്യം എങ്ങനെയാണ് പറഞ്ഞാൽ നിങ്ങൾ ലോബിയിലേക്ക് പോയതിനു ശേഷം നിങ്ങൾക്ക് ഒരു നിഗാസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഏറ്റവും അടിയിലേക്ക് തന്നെ അത് വിഡ്രോൾ. ഓക്കെ, അപ്പം അതിൻ്റെ ഹിന്ദിയിലാണ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് എനിക്കറിയാം. സോ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് UPIDയും അതുപോലെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. സോ നിങ്ങൾക്ക് ബാങ്കിലേക്ക് വിഡ്രോ ബാങ്ക് അടിക്കാം, UPID വിഡ്രോ അടിക്കാം, ബാങ്കിലേക്ക് വിഡ്രോ അടിക്കാം. സോ വിഡ്രോയിലൊക്കെ പക്കായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടം തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ. ബൈ.